വെൽക്കം ബാക്ക് ടു മോട്ടോഹോളിക് 390. നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് എനിക്ക് ബാക്കിലത്തെ ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പാലൊഴുകുംപാറ. നമ്മളിന്ന് വരാട്ടുമേട് ട്രയൽസ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരാട്ടുമേട് പോകണത്. വരാട്ടുമേട് എന്നല്ല, ഞാൻ ഓഫ് റോഡ് സ്പോട്ടുകളൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇനി മുതൽ കുറച്ച് ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വരാട്ടുമേട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഇപ്പോൾ ഷുക്കൂറുണ്ട്. ഷുക്കൂറിൻ്റെ റാലി എഡീഷൻ സാധനമുണ്ട്. പിന്നെ ക്യാമറാമാനായ ആരോമിലുണ്ട്. നമ്മൾ പൊളിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിടാം ഗൈസ്. ദേ പാലൊഴുകുംപാറ, ദേ വരാട്ടുമേട്. അപ്പോൾ നമ്മൾ നേരെ വരാട്ടുമേട് ട്രയൽസ് അടിക്കാം. എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ബിഗിനറാണ്. ഞാനങ്ങനെ ഓഫ് റോഡൊന്നും അധികം ചെയ്തിട്ടില്ല. ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇനിയുള്ള വീഡിയോസിലും അല്ലെങ്കിൽ ഇനിയുള്ള റൈഡ്സ് എല്ലാം ഞാൻ ഓഫ് റോഡ് റിലേറ്റഡ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എങ്ങനെയാണ് ഞാനും ഷുക്കൂറും ബിഗിനറാണ്. ഞങ്ങൾ രണ്ടുപേരും സ്പോർട്സ് ബൈക്ക് യൂസേഴ്സ് ആയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ ഓഫ് റോഡ് കാറ്റഗറിയിലോട്ട് വന്നത്. സോ ഞങ്ങൾ രണ്ടുപേരും ബിഗിനേഴ്സാണ്. പിന്നെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. കുറെ തമാശകൾ കാണാട്ടോ. ഈ വഴി പോയിട്ട് ഇവിടുന്ന് ഒരു ലെഫ്റ്റ് എടുക്കണമെന്നും തോന്നണേ. എനിക്ക് ഈ ഓഫ് റോഡ് കുറച്ച് ഇപ്പം അടുത്തായിട്ട് കുറേ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മുടെ നിയാസ് കെ വ്ളോഗ്സ്, പിന്നെ അതേപോലെ ഓ മൈ ഫക്കിംഗ് ഗോഡ്, അതേപോലെ അൽഫി ജെയിംസ്, അങ്ങനെ കുറേ പേരുടെ ഇത് ഞാൻ കാണാറുണ്ട്. നിങ്ങളൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പോയതാ. മുകളിൽ കയറിയിട്ട് ട്രാക്ക് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാ. സംഭവം ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് ഇതുവരെ പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് തന്നെ. എല്ലാം പുല്ല് ഡാബർ സീനാണ്. നമ്മുടെ ഓഫ് റോഡ് ചേട്ടന്മാരൊക്കെ എങ്ങനെയാണ് എന്തോ ഇത് കയറ്റിയത്. ഇതിങ്ങനെയാണെങ്കിൽ ഉറുമ്പിക്കാരെന്തായിരിക്കും പടച്ചോനറിയാം. എന്തായാലും നമുക്ക് പോവാ ഗൈസ്. സീന കുടിങ്ങ ഈശ്വര, ഫസ്റ്റ് തന്നെ കുടിങ്ങ. ഞാൻ പിടിച്ച വണ്ടി ബാക്കറുണ്ട്. ക്യാമറ ഒന്നും വേണ്ട, വണ്ടി പിടിച്ചോട്ടാ. ഓക്കെ അല്ലേ? എൻ്റെ പൊന്നെ, സീനാണ് ഗൈസ്. നമുക്ക് ഷുക്കൂർക്കാട വണ്ടി കയറ്റാം. ഓരോന്നോരോന്ന് കയറ്റിൽ നടക്കുള്ളൂ. എൻ്റെ പൊന്നെ, മെയിൻ
സീനാണ് ഗൈസ്. ലെറ്റ്സ് കണ്ടിന്യൂ. കുറച്ച് ട്രിക്കി ട്രാക്കാണ് ഗൈസ്. പിടിക്ക് നമ്മളെ വണ്ടി കയറ്റിയിട്ട് ആ മണ്ടയ്ക്ക് കുറച്ച് കയറ്റിവിടെ വെച്ചിട്ടുണ്ടാ. ചെക്കൻ്റെ വണ്ടി കയറ്റട്ടെ. വിചാരിച്ച പോലെ അത്ര ഈസി അല്ല കേട്ടോ. ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ കുഞ്ഞു സാധനം, ഇപ്പോൾ നോക്കിയേ ബെഡാ സാധനം. എൻ്റെ പൊല്ലടിയാ. ആ ഭാഗം കാണുന്ന പോർഷനൊക്കെ അല്ലേ ഹെവി ഡാർക്ക് കേട്ടോ. സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓഫ് പോർഷനൊക്കെ എന്തായിരിക്കും എന്തോ. എൻ്റെ അമ്മേ വയ്യ. നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. Come on. ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണനിക്ക് 2 കാലും ഫ്ലാറ്റ് ഫൂട്ടല്ല, അണ്ണനിക്ക് സിംഗിൾ കാലാണ് ഫ്ലാറ്റ് ആയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് അതൊരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ റാലിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു മൈൻഡുള്ളൊരു അങ്ങനെ ഓടിക്കണു. കാലെത്തിയിടുന്നുള്ളൂ ഇപ്പം എല്ലാവരും വണ്ടി ഓടിക്കണേ, ആ ഒരു മൂഡ്. കിട്ടി. അയ്യോ ഷൂവൊക്കെ കഴിയൊന്നുമില്ല. പ്രതീക അല്ലല്ല, വണ്ടി നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന വണ്ടി ഇങ്ങോട്ട് ഇരിക്കുന്നത്. ആ വിളിക്കേ ബാക്ക്. ഒന്നും അറിയാത്ത 2 ചങ്ങനും പൊങ്ങനും കൂടെ ഓഫ് റോഡ് ഇതുവരെ പോയിണ്ടോ? ഞാൻ പോയിട്ടില്ല. ബ്രേക്ക് കൂടല്ലേ
പോട്ടെ, നീ കയറിയിരിക്കേ, ഞാൻ പിടിക്കാം. വണ്ടി ബാക്ക് ഇറങ്ങി കുറെ പിടിച്ചിട്ടുണ്ട്. നീ ഫ്രണ്ട് എടുക്ക്. അമ്മേ അല്ലേ വണ്ടി വന്നതാ. കുഴപ്പമില്ല കുഴപ്പമില്ല. ബാക്കിലാണോ? ആ അത് പറഞ്ഞോ. എടാ ക്ലച്ച് പോയി പോകുന്നുണ്ട്. എന്തല്ല ആ വാഷിംഗ് എത്തിച്ചേ ഒന്ന് കൈ കൊടുത്തേ. ക്ലച്ച് പോയി പോകുന്നുണ്ട്.
ക്ലച്ച് പോയി. ബ്രേക്ക് പിടിക്കുക. വണ്ടിയുടെ ക്ലച്ച് പ്ലേറ്റ് കുറച്ച് മുന്നേ അങ്ങോട്ട് പോയി. നമ്മൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന മുന്നേ പോയി നമ്മളവിടെ സൈഡാക്കി നമ്മൾ റാലിയായിട്ട് ഇറങ്ങി. റാലിയുടെ ക്ലച്ചും പോയി ഗൈസ്. എന്താന്നൊരു മനസ്സിലാവണില്ല. ഹിമാലയൻ്റെ ഓക്കെ അത് ഓടിയിട്ട് 10-40,000 ചില്ലറ കിലോമീറ്ററായി വിട്ട് ഗൈസ്. എക്സ്പേർട്സ് നോക്കി നമ്മൾ താഴ്ത്തുന്ന ലോക്കായിട്ട് സാധനം നമ്മൾ നോക്കിയാൽ പവർ സാധനം ഇവിടെ എത്തിച്ചോട്ടാ. ഈ ടാസ്കും ഇതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തിട്ടുള്ള ആ ടാസ്കും നമ്മൾ തള്ളി കയറ്റി ഗൈസ്. അറിയുമ്പോഴൊക്കെ നോക്കിയേ പിന്നെ ഇതിൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ക്ലച്ചും പോയി. എൻ്റെ വണ്ടിയുടെ ക്ലച്ച് ഓൾമോസ്റ്റ് ഇവിടെ എത്തുമ്പോൾ തന്നെ പോയിക്കണം. ഈ സാധനത്തിൻ്റെ ക്ലച്ച് നമ്മൾ അവിടുത്തെ ഒരു ഹെവി ടാസ്ക് ഉണ്ടല്ലോ, ഈ വഴി എങ്ങനെ ഇറങ്ങിപ്പോയി സെക്കൻഡ് ഒരു കല്ലിങ്ങാട്ടൊക്കെ വെച്ചിട്ടുള്ളൊരു കയറ്റമുണ്ടല്ലോ, അവിടുത്തെ ഹെവി ടാസ്കില്ല റൈറ്റ് ടേൺ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ വെച്ചിട്ട് ഇതിൻ്റെ ക്ലച്ച് അടിച്ചു. എന്തായാലും ഈ ട്രിപ്പ് മൂഞ്ചി. പക്ഷെ വരാട്ടുമേട് നമ്മൾ അടിക്കും. ഇതേ ടീമായിട്ട് തന്നെ നമ്മൾ അടിച്ചിരിക്കും. ഇതേ വണ്ടികളായിട്ടും നെക്സ്റ്റ് വീക്ക് അല്ലേ. ബാക്കി വിശേഷങ്ങൾ കാണാം. ഇനിയിപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിൽ എത്തിക്കണം, ക്ലച്ച് സെറ്റ് ചെയ്യണം. ഹിമാലയൻ ഞാൻ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഹിമാലയൻ എന്താ പറയുക ഓടാവുന്ന ഒരു കണ്ടീഷനാണ്. ക്ലച്ച് അഡ്ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പോസ് പക്ഷേ ഒരു പൊട്ടിക്ക് തന്നെ ഉണ്ട് നീങ്ങണില്ല വണ്ടി. അപ്പോൾ ഇതിനുള്ള ബാക്കി വഴികൾ നിങ്ങൾ നോക്കട്ടെ. മിഷൻ ഫെയിൽ. നമ്മുടെ വരാട്ടുമേട് ട്രിപ്പ് ലീഗിലേക്ക് എത്തിയിട്ടുണ്ട്. Another world of vibes. നമ്മൾ ക്ലച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷുക്കൂറൊക്കെ ബാക്കിൽ വരുന്നുണ്ട്, കാണിച്ചു തരാം. കണ്ട അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാം നമുക്ക് കിട്ടിയ പണികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ വരാട്ടുമേട് പോയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ഒക്കെ എടുത്ത് ഇത് എവിടെയാണ് സ്റ്റേ എടുത്ത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിരുന്നു. പെർ ഹെഡ് 400 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആളൊക്കെയാണ് ആ നിൽക്കുന്ന ചേച്ചി, അവരൊക്കെയാണ് അതിൻ്റെ ഓണേഴ്സ് അല്ല നോക്കി നടത്തുന്ന ആൾക്കാർ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റേ ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ആൾ തൊടുപുഴയിൽ സാധനം വരുത്തിച്ചിട്ട് സാധനം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക്. നമുക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് വണ്ടി എടുത്തിട്ട് വരാം ഇനി. ഓക്കെ, കേറാശാനെ നമ്മൾ വണ്ടി കൊടുത്തിട്ടുള്ളത് ഇവിടെ തന്നെയാണ് കേട്ടോ, ടൗണിൽ തന്നെയാണ്. ഒരു അനിയൻ്റെ കട എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ, പുള്ളി അങ്ങനെ അറിയപ്പെടണേ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതൊരു വർക്കട. കാരണം നമുക്ക് വേണ്ടി തൊടുപുഴയെന്ന് വരെ സാധനങ്ങൾ എത്തിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമുക്ക് കൈമലർത്തി. ഓ ഇവിടെ ചെയ്യാൻ പറ്റില്ല മക്കളെ എന്നുള്ള മൂഡിൽ കൈമലർത്തി. ആയിരിക്കണം നമ്മുടെ വണ്ടി. കുതിര
ഇതാണ് അപ്പോൾ ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് കണ്ടോ, 2 വീലർ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ സർവീസ് എന്നൊക്കെ കണ്ട് എഴുതിയുള്ളതുണ്ടോ. ആയിരിക്കണം നമ്മുടെ സാധനം. താരാരാര ഞങ്ങളിതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. ഓ എനിവേ താങ്ക് യു ബ്രോ, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തതിന് നന്ദി. ഓക്കെ, അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കാര്യം പെട്ടൊക്കെയാണെങ്കിൽ ഹെൽപ്പ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നമ്പർ ഞാൻ കൊടുത്തേക്കാം. ശരി കേട്ടോ, താങ്ക് യു. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ആ വണ്ടി ക്ലച്ച് വിടുമ്പോൾ തെറിക്കുന്നുണ്ട്. സെറ്റാ സെറ്റ് വീലൊക്കെ കൊടുത്തോളൂ. ഇത് നാട്ടിൽ തൃശ്ശൂരേ. ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ 2 സാധനം ശ്രദ്ധിക്കണം. ഒന്ന് അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്തിട്ട് വേണം ഇവിടെ ഓടിക്കുക. പിന്നെ ഇവിടെ ഓഫ് റോഡ് കയറുമ്പോഴത്തേന് അവിടെ നിങ്ങൾ ഓടിക്കുന്നതാണോ? നമ്മളെ ഓഫ് റോഡ് റേസ് അല്ല, ബിഗിനേഴ്സ് ആണ്. ഇങ്ങോട്ട് കയറുമ്പോൾ അനാവശ്യമായിട്ട് ക്ലച്ച് പിടിച്ച് റേസ് ആക്കുക, ഹാഫ് ക്ലച്ച് ഓടിക്കുക, അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യരുത്. അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്തിട്ട് ഒറ്റ ഗിയറിൽ ഹാഫ് ക്ലച്ചിൽ മൂവ്മെൻറ്റിൽ കൊടുത്ത് കയറാനും നോക്കാവുള്ളൂ. വണ്ടി ഓടി കയറിക്കോളും. നമ്മളൊന്ന് ചെരിയുമ്പോൾ ഒന്ന് ചവിട്ടി കാലിനെ പൊക്കി വിട്ട് കയറി പോയാൽ മാത്രം. അനാവശ്യമായിട്ട് തൊടുകയോ ചെയ്യരുത്. എന്തോരം വണ്ടി വരുന്നതെന്നറിയാം. വരാട്ടുമേട് വന്നതിൽ തന്നെ നമുക്ക് ചാകര ഇഷ്ടംപോലെ വണ്ടി കൂടുതലും വരുന്നത്. ഞങ്ങളത് വരാട്ടുമേട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പകുതി വരെ കയറിയപ്പോൾ ഞങ്ങൾ പണിയിട്ട് പിന്നെ ഇറങ്ങി. സെറ്റല്ലേ? ഹാപ്പി. അപ്പൊ എന്നാ വിട്ടാ മനസ്സിൽ വിചാരിച്ച സാധനം കിട്ടി. അത് മതി. അപ്പൊ എന്നാ വിട്ടാലെന്നാ. അപ്പോ ശരി കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇവിടെ ഒന്ന് ലോക്കാവുകയാണെന്നുണ്ടെങ്കിൽ, വണ്ടിയുടെ പ്രോബ്ലം കൊണ്ട് ലോക്കാവുകയാണെന്നുണ്ടെങ്കിൽ നേരെ അനിയൻ ചേട്ടനെ വിളിച്ചാൽ മതി. പുള്ളിക്കാരൻ സെറ്റാണ്. ഓക്കെ, ആളുടെ നമ്പർ നമ്മളിവിടെ കൊടുത്തേക്കാം കേട്ടോ, വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഷുക്കൂർ ഹാപ്പിയാണ്. ഷുക്കൂറിൻ്റെ മനസ്സിൽ ചിരിയാണ്ട് അറിയാം. വീലൊക്കെ അടിച്ചിട്ടാണ് പോയി. അപ്പോൾ വണ്ടി ബാക്ക് ടു പവർ ആയിട്ടുണ്ട്. ഏതൻ ഹോം സ്റ്റേ ഇവിടെ ഉണ്ടോ നമ്മൾ സെറ്റ് ചെയ്തേ നല്ല റൂമിൻ്റെ. ഏതൻ ഹോം സ്റ്റേ. ഷുക്കൂറുണ്ട് ചോദിച്ചോ കേട്ടോ നമുക്ക്. ഷുക്കൂറാ വരാട്ടുമേട് വീണ്ടും അടിച്ചാലോ, കംപ്ലീറ്റ് ചെയ്താലോ വരാട്ടുമേട്. ഞാൻ പറഞ്ഞു നിൽക്കായിരുന്നു, നമുക്ക് പറ്റിയില്ല. അടുത്ത ദിവസം നമുക്ക് എന്തായാലും വരാട്ടുമേട് അടിക്കാം അത് പറഞ്ഞിട്ട്. അതാണ് കളി. അപ്പോൾ സെറ്റ്, നമുക്കിവിടെ ഇറങ്ങാം കൈ. നമ്മൾ പുള്ളിക്കാനം വഴിയുടെ നാട്ടിലോട്ട് ഇറങ്ങണേ, നാട്ടിലോട്ട് പോണേ. ഞങ്ങൾ വന്നത് ഈരാറ്റുപേട്ട വഴിക്കാം. അങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങി. പക്ഷെ വന്ന പ്ലാനാണ് നടന്നില്ല. വന്ന പ്ലാൻ ഞങ്ങൾ ആക്ച്വലി ഉറുമ്പിക്കാരടിക്കണം, വരാട്ടുമേനടിക്കണം, ഉളുപ്പുണ്ണടിക്കണം, ഇതാണെന്ന് പ്ലാൻ. പക്ഷെ നമുക്ക് പണിയിട്ട് കാരണം അത് നമുക്ക് മുഞ്ചി. പക്ഷെ നമ്മൾ തിരിച്ച് തടിക്കും. വണ്ടി ഒന്ന് സെറ്റാക്കി ഓൾ ക്ലിയർ ആക്കിയിട്ട് നമ്മൾ സാധനം അടിക്കും. ഓക്കെ, ഉമ്മര് കാണല്ലോ. ഉമ്മര് കഴിഞ്ഞ് വഴി അറിയേണ്ട നേരെ പോവും. തിരിച്ചു വരുന്നുണ്ട്. നന്നയ്ക്കും ഏതൊക്കെ സഡിച്ച് വീശല് ആളിങ്ങനെ ഇരിക്കുന്നു. ഈ വഴി ഭയങ്കര അടിപൊളി കേട്ടോ. ഈ വഴി വന്നവർക്ക് അറിയാം. ഈ സീനിക് റൂട്ടാണിത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ മൊത്തം. ഏതൊരു രക്ഷമല്ലേ കാണാൻ. നല്ല ക്ലൈമറ്റും. സമയം നട്ടുച്ചയാണ് കേട്ടോ. പക്ഷെ
നല്ല നല്ല കോട, നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു കോടയും നല്ല തണവും ഒരു രസമുള്ളൊരു വൈബ്. നമുക്ക് ഈ വഴിക്കാണ് പോകേണ്ടത്. കാഞ്ഞാർ പുള്ളിക്കാനം റോഡ് വഴി. എനിക്ക് ഈ റോഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് വരുമ്പോൾ ഈ റോഡ് നമ്മൾ എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തേയില കാണുമ്പോൾ നമുക്കൊരു സുഖമാണ്. പിന്നെ വണ്ടി അങ്ങോട്ട് ഓക്കെ അല്ല, അതുകൊണ്ടേ മൈൻഡ് അങ്ങോട്ട് ഓണല്ല, ഉള്ള സെറ്റപ്പിൽ അങ്ങോട്ട് പോവുക എന്നുള്ളൊരു വൈബ്. അല്ലെങ്കിൽ നമ്മൾ ഉളുപ്പുണ്ണിയൊക്കെ അടിച്ചിട്ട് പോകുള്ളൂ. ഉളുപ്പുണ്ണിയല്ല, വരാട്ടുമേടനെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുള്ളൂ. എൻ്റെ വണ്ടിയുടെ ഈ സീനും കൊണ്ടാണ്. നമ്മളെ ഇഴഞ്ഞുകൊണ്ടിരിക്കണ്ട കഴിക്കണ്ട. ഫസ്റ്റ് ഗിയറിൽ ഇഴഞ്ഞുകൊണ്ടിരിക്കുക. ക്ലച്ച് പിന്നെ എൻ്റെ വണ്ടി ഇത് ക്ലച്ച് മാറാനായിട്ടുള്ളൊരു സീനാണ് കേട്ടോ. അതായത് 34,000-35,000 കിലോമീറ്റർ ആവാനായി. ഇതുവരെ ക്ലച്ച് ഞാൻ ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ 2-3-4 ഓഫ് റോഡ് അടിച്ചിട്ടുള്ളൂ. കൊണ്ടയി കൂക്കാലൊക്കെ അടിച്ചിട്ടുള്ളൂ ഇതുമേ. അതുപോലെ പാലക്കാട് മറ്റേ നെല്ലിയാമ്പതി ഓഫ് റോഡ് അതൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. ഓ, ഇവിടെ നിന്നുള്ള വ്യൂ വേറെ സീനാ. ഇതാണ് പുള്ളിക്കാനം മറ്റേ ട്രെയില്. ഇത് നമുക്കൊരു അടിക്കണം കൈസ്. ഇതിൻ്റെ മലയുടെ ടോപ്പിക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ അതൊക്കെ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ലച്ച് ഓൾമോസ്റ്റ് അയക്കണ്. അതെനിക്ക് ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല. അത് സാധനം വരാട്ടുമേട് കയറിയപ്പോൾ അതും പോയി. നോക്കി നിങ്ങൾ വ്യൂ. ഓ, ഇതാണ് എസ് വളവ്. അറിയാലോ എസ് വളവ്. ഈ വഴിക്ക് പോകണവരിവിടെ നിർത്താണ്ട് പോലും വളരെ ശോകമാണ്. ശോകം എന്നല്ല, വളരെ കുറവാണ്. എസ് വളവ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് ഷുക്കൂർ എസ് വളവ്. എസ് വാഗമൺ പുള്ളിക്കാനം കാഞ്ഞാർ റോട്ടിലുള്ള എസ് വളവ്. ഇതാണ് നമ്മുടെ ഓഫ് റോഡ്. ഈ മലയുടെ മുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതാണ് ഈ മലയുടെ മുകളിലേക്ക് പോകാൻ ഓഫ് റോഡ്. പക്ഷെ ഇതിന്റെ ക്ലച്ച് ഇത് ഓഫ് ആയതുകൊണ്ട് ഈ കയറ്റം തന്നെ നമ്മൾ വലിഞ്ഞ് എങ്ങനെ കയറുന്നത് നമുക്ക് അറിയാവുള്ളൂ. അതെ, വണ്ടി കെട്ടുന്ന ഇങ്ങനെ എഴുതാണ്. പിന്നെ വണ്ടി നമുക്കൊന്ന് സെറ്റ് ആക്കിയിട്ട് വരണം. എന്തായാലും ക്ലച്ച് മാറാറാണ്. ക്ലച്ച് മാറണം. പിന്നെ ടയറിൻ്റെ അവസ്ഥ നോക്കിയേ, ബ്ലേഡേഷ് ടയർ മാറണം. അപ്പോൾ ചെറിയ പരിപാടികൾ കഴിഞ്ഞിട്ട് നമ്മൾ വരാട്ടുമേടും ഉളുപ്പുണ്ണിയും ഉറുമ്പിക്കരയും ഇതും നമ്മളടിക്കും. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. എസ് വളവ് നൈസൊരു കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അവിടെ നമുക്ക് ഇവിടുന്ന് വിടാം. എന്തായാലും ഇപ്രാവശ്യത്തെ വാഗമൺ വഴി വരാട്ടുമേടേക്കുള്ള ട്രിപ്പ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അയ്യോ കോടയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ രസമുണ്ടല്ലേ. എത്ര നേരം അവിടുത്തെ മലകളൊക്കെ എന്താ പറയുക വിസിബിൾ ആയിരുന്നു കേട്ടോ. ഇപ്പം നമുക്കതൊന്നും വിസിബിൾ അല്ല, ഫുൾ കോടയായി. ഈ റൂട്ട് എന്ന് വന്നാലും നല്ല രസമാണ് അല്ലേ. നല്ല ഒരു ഫീൽ ഗുഡ് റൂട്ടാണിത്. എന്ന് വന്നാലും നമുക്കൊരു എന്താ പറയുക ഹാപ്പിനെസ് വൈബാണ്. അയ്യോ, ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റൂട്ടാ. പക്ഷേ ക്ലച്ച് ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നാട്ടിലേക്ക് എത്തിക്കുന്നു. ജെറിൻ്റെ അടുത്ത് കൊടുത്തു. ജെറിൻ എൻ്റെ ഫ്രണ്ട് ജെറിൻ നമ്മുടെ നിങ്ങൾ കണ്ടിട്ടായിരിക്കും മറ്റേ
ഹിമാലയൻ 450 ഉള്ള നമ്മുടെ ഒപ്പം പാലക്കാട് ഓഫ് റോഡിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ അവൻ പ്രൊഫഷണൽ മെക്കാനിക്കാണ്. ആ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ് വർക്ക് ചെയ്യണേ. റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ് വർക്ക് ചെയ്യണേ. സോ ചെക്കൻ സെറ്റാക്കി തരും. ചെക്കൻ്റെ വണ്ടി കൊണ്ട് കൊടുത്താൽ മതി. എന്നിട്ട് വേണം ഒന്നും കൂടി വന്നതൊക്കെ അടിക്കാൻ. അതവിടെ കയറി പോകാൻ പറ്റും മുകളിലേക്കൊക്കെ. ഇവിടുന്ന് ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും ചായ കുടിച്ചൊരു ഓർമ്മകൾ ഉണ്ട് കേട്ടോ. നല്ല മഴ കഴിച്ച് താഴ്ത്തുനിന്ന് കയറി വരുമ്പോൾ മുട്ടൻ മഴ, ഒരു രക്ഷയില്ലാത്ത മഴ. ആ വെള്ളച്ചാട്ടമൊക്കെ ഇല്ല, കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ചെറിയ വെള്ളച്ചാട്ടം, അതിലത്തെ വെള്ളമൊക്കെ വന്ന് വീണ് റോട്ടിക്ക്, അത്രയും മഴ, ഫുൾ സീൻ. അങ്ങനെ ഞങ്ങൾ കയറി വന്ന് ഇവിടെയൊക്കെ കണ്ണ് കാണാനില്ല, കോടയും ഫുള്ള്. ഡേ ടൈമാണ് പക്ഷേ കണ്ണ് കാണാനില്ല, ഫുള്ള് കോട. ആ സീന് പെട്ടുപോയില്ലേ. എന്നിട്ട് ആ ചായക്കടയിൽ നല്ല ചൂട് ചായയും അതടിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ട്. മുന്നേ ഈ റോഡ് കയറി വരുമ്പോൾ തന്നെ ഓഫ് റോഡായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പണ്ട് വന്നതൊക്കെ ഒരു R15 ഒരു 2016-17 ടൈമിൽ. അന്നൊക്കെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് ആ ടൈമിലൊക്കെ ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ കോൺക്രീറ്റ് ടൈണൊക്കെ അടാറ് കുഴിയൊക്കെയായിരുന്നു. ഇങ്ങോട്ട് കയറി വരുന്നത് ഒരു മുട്ടൻ ഓഫ് റോഡായിരുന്നു അന്ന്. പിന്നെ അതൊക്കെ ടാർ ചെയ്ത് സെറ്റായി. ഇതിപ്പോൾ ടാർ ചെയ്ത് കുറച്ച് കൊല്ലമായിരുന്നു കേട്ടോ. ഞാനും അന്ത കാലം പറഞ്ഞാണ്. അയ്യോ ഏതാ സീനല്ലേ, എന്ത് രസമാണ് കാണാൻ. അവിടെയൊക്കെ അവിടെ നിന്നൊക്കെ നൈസ് കോടയൊക്കെ വന്തി വന്ന് വേറെ മൂടില്ലേ. അയ്യോ അമ്മാളുടെ ഇന്ത്യയിലൊക്കെ നോക്കി ഒരു ഈ പ്രോപ്പർട്ടി ഉണ്ട് കേട്ടതിൽ. ഈ കറക്റ്റാ പോയിന്റിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. രസമുണ്ടല്ലോ കാണാൻ. നോക്കിടാം. അപ്പോൾ അങ്ങനെ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ഇപ്രാവശ്യത്തെ വാഗമൺ വഴിയുള്ള വരാട്ടുമേട് ട്രിപ്പ് വല്ലാത്തൊരു വൈബായിരുന്നു. അതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. അപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, സെയിം നെയിം മോട്ടോഹോളിക് 390. ദെൻ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.